ഓടമരം ഇതൊരു ആയുർവേദ ഔഷധ വൃക്ഷമാണ്. ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ഈ മരത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. പല രോഗങ്ങൾക്കും ഇതൊരു ഔഷധമാണ്. രക്തപിത്തം, കുഷ്ഠം, എലിവിഷം, ദുഷ്ടവ്രണം, വാതം, കഫം, മൂത്രരോഗങ്ങൾ, ഉദരകൃമി, സ്വിത്രം, വേദന എന്നിത്യാദി പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഒന്നാന്തരം ഔഷധമാണ്. ഇതിൻ്റെ ഇല, എണ്ണ, കായ എന്നിവയെല്ലാം ഔഷധയോഗ്യമാണ്. അപ്പോൾ ഈ ഓടമരത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കൂടുതൽ അറിവിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓടമരത്തെ പറ്റിയാണ്. ഇത് ഒരു ആയുർവേദ ഔഷധ വൃക്ഷമാണ്. പല രോഗങ്ങൾക്കും ശാരീരിക അവസ്ഥകൾക്കും ഇത് ഒരു ഔഷധമാണ്. ബാലിനെറ്റിക്സ് റോക്സ്ബർഗെ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മരം ബാലനെറ്റീസ് സൈമറൂബേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. ഞാവലിൻ്റെ അതേ വർഗത്തിൽപ്പെട്ട സസ്യമാണ് ഇതും. ഇതിൻ്റെ കായിൽ നിന്നും എടുക്കുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമാണ്. ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ഈ ചെറുവൃക്ഷത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. വനവാസകാലത്ത് ശ്രീരാമൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ താമസിച്ചിരുന്നതായി രാമായണത്തിൽ പ്രതിപാദിക്കുന്നു. അതുപോലെ ശകുന്തള മാൻപേടയുടെ മുറിവുണക്കാൻ ഇതിൻ്റെ എണ്ണ ഉപയോഗിച്ചിരുന്നതായി ശാകുന്തളത്തിൽ പറയുന്നു. സന്യാസിമാർ ഈ മരത്തിൻ്റെ കായ്കൾ ഭക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. മുനിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമെന്ന നിലയിൽ ഇതിനെ താപസതരു എന്ന പേരിൽ സംസ്കൃതത്തിൽ പറയപ്പെടുന്നു. ഇതിൽ ഫലമുണ്ടാകുന്നു. ഫലം പാകമാകുമ്പോൾ വിളറിയ മഞ്ഞ നിറത്തിൽ ആകുന്നു. ഈ പഴത്തിനെ ഓടപ്പഴം എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റൊരു തരം പടർന്നു വളരുന്ന കയറുന്ന ഒരു അടയ്ക്കാമരത്തിൻ്റെ അത്ര വണ്ണം വയ്ക്കുന്ന ചുറ്റി വളരുന്ന ഒരു വള്ളി സസ്യമുണ്ട്. ഇതിനെ ഓടൽ വള്ളി എന്ന് പറയും. അതിലും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഫലങ്ങളുണ്ടാകുന്നു. ഈ പഴത്തിനെയും ഓടപ്പഴം എന്ന് പറയുന്നു. കലാഭവൻ മണി ഒരു പാട്ടിൽ ഒരു പെണ്ണിനെ ഓടപ്പഴത്തോട് ഉപമിച്ച് പറയുന്നുണ്ട്. അത് ഓടൽ വള്ളിയിൽ നിന്നുണ്ടാകുന്ന ഓടപ്പഴത്തിനെയാണ് എന്ന് തോന്നുന്നു. ഓടൽ വള്ളിയെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ വിവരിക്കുന്നത് ഓടമരത്തെ പറ്റിയാണ്. ഇനി ഈ മരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വരണ്ട പ്രദേശങ്ങളിലാണ് ഈ മരങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. 4 മുതൽ 5-10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു ഇല പൊഴിയും വൃക്ഷമാണിത്. ഈ സസ്യത്തിൽ നിറയെ മുള്ളുകളുണ്ട്. ഇതിൽ വിളറിയ പച്ച നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകുന്നു. ഈ പൂക്കൾക്ക് ചെറിയ സുഗന്ധമുണ്ട്. ഇതിൽ ഫലമുണ്ടാകുന്നു. അണ്ഡാകൃതിയിലുള്ള ഫലത്തിന് കട്ടിയുള്ള കവചമുണ്ട്. ഈ ഫലം പാകമാകുമ്പോൾ വിളറിയ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ഫലത്തിനകത്തെ 5 വിത്തുകൾ കാണാം. വിത്തിനെ പൊതിഞ്ഞ് കറുത്ത ഒരു സ്തരമുണ്ട്. വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമാണ്. ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും കേരളത്തിൽ മറയൂർ വനങ്ങളിലും ഈ സസ്യത്തെ കാണാം. ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ഈ വൃക്ഷത്തെപ്പറ്റി പരാമർശിച്ചതുകൊണ്ട് ഈ വൃക്ഷത്തിൻ്റെ ജന്മസ്ഥലം ഇന്ത്യയാണെന്ന് പറയപ്പെടുന്നു. ഉഷ്ണമേഖല രാജ്യമായ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഈ വൃക്ഷത്തെ കാണപ്പെടുന്നു. മഴ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിലാണ് ഈ സസ്യം സാധാരണയായി വളരുന്നത്. ഭാരതത്തിൽ പരമ്പരാഗത വൈദ്യത്തിൽ ഇതിൻ്റെ ഇലയും കായും എണ്ണയും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തടി ഈട് നിൽക്കുന്നതാണ്. ഇത് ഫർണിച്ചർ നിർമ്മാണത്തിനുമൊക്കെ അനുയോജ്യമായതാണ്. വനങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നു. ഇത് ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു വൃക്ഷമാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും അഭയം നൽകുന്നു. അപ്പോൾ ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇനി നമുക്ക് നോക്കാം. രക്തപിത്തത്തിന് ഓടമരത്തിലെ ഫലത്തിലെ കഴമ്പും ഇരട്ടി മധുരവും തുല്യ അളവിലെടുത്ത് അരച്ച് നിത്യേന 3 നേരം കഴിച്ചാൽ രക്തപിത്തം ശമിക്കും. കഴിക്കേണ്ട അളവ് ഫലത്തിൻ്റെ കഴമ്പും ഇരട്ടി മധുരവും 2 ഗ്രാം മുതൽ 3 ഗ്രാം വരെ എടുക്കണം.
കുഷ്ഠരോഗത്തിന് ഓടമരത്തിൽ നിന്നെടുക്കുന്ന തൈലം പുറമേ പുരട്ടുകയാണെങ്കിൽ കുഷ്ഠരോഗം ശമിക്കുന്നതാണ്. ദുഷ്ടവ്രണത്തിന്, അതായത് കരിയാത്ത വ്രണത്തിന് ഓടമരത്തിൻ്റെ തൈലം പുറമേ പുരട്ടിയാൽ ദുഷ്ടവ്രണം കുറയുന്നതാണ്. എലിവിഷത്തിന് ഓടപ്പഴത്തിൻ്റെ മജ്ജയും നെന്മേനി വാഴയുടെ തൊലിയും തുല്യ അളവിലെടുത്ത് നല്ലവണ്ണം അരച്ച് നിത്യേന 3 നേരം തേനും ചേർത്ത് ഉള്ളിൽ കഴിച്ചാൽ എലിവിഷം ശമിക്കുന്നതാണ്. വാതരോഗികൾ ഓടലിലയിട്ട വെന്ത വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില രാസഘടകങ്ങളാണ്. ഓടമരത്തിൻ്റെ ഫലത്തിൽ ബാലനൈറ്റേസിൻ എന്ന അറിയപ്പെടുന്ന ഒരു സ്റ്റിറോയിഡൽ സാപ്പോണിൻ അടങ്ങിയിരിക്കുന്നു. ഈ സാപ്പോണിനിൽ ഡയോസ്ജനിൻ, ഗ്ലൂക്കോസ്, സൈലോസ്, റാംനോസ് എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയിൽ നൈട്രോജനിക് ഗ്ലൂക്കോസൈഡും ഡയോസ്ജനിനും സ്റ്റിഗ്മസ്റ്ററോളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പഴം ഭക്ഷ്യയോഗ്യവും വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളോട് കൂടിയതുമാണ്. അപ്പോൾ ഈ വൃക്ഷം കാണുന്നത് ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൽ മറയൂർ വനങ്ങളിലും, മഴ കുറവുള്ള വരണ്ട ആഫ്രിക്കൻ മേഖലകളിലും, മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ചില സ്ഥലങ്ങളിലുമൊക്കെയാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നതും വളരുന്നതും. ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയാണെന്ന് പറയപ്പെടുന്നു. മാർച്ച് മുതൽ ജൂലൈ വരെ മാസങ്ങളിൽ ഇവയിൽ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, ഈ സസ്യത്തിൻ്റെ സസ്യകുടുംബം ബാലനൈറ്റേസി സൈമറൂബേസി എന്നും ഇതിൻ്റെ ശാസ്ത്രനാമം ബാലനൈറ്റേസ് റോസ്ബർഗ അല്ലെങ്കിൽ ബാലനൈറ്റേസ് ഈജിപ്റ്റിക്ക എന്നും പറയുന്നു. സംസ്കൃതത്തിൽ ഇങ്കുതി, കണ്ടകി വൃക്ഷ, താപസതരു, അങ്കാരപുഷ്പ. സംസ്കൃതത്തിൽ ഇതിനെ ഇങ്കുതി, കണ്ടകി വൃക്ഷ, താപസതരു, അങ്കാരപുഷ്പ, പൂതിഗന്ധ, കണ്ടകീടകം എന്നൊക്കെ പറയുന്നു. ഇംഗ്ലീഷിൽ സാക്കം ഓയിൽ പ്ലാന്റ്, ഡെസേർട്ട് ഡേറ്റ്, ഫിൻകോട്ട എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഓടമരത്തെ പറ്റി പറയാനുള്ളത്. ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.